എന്തായാലും അനുമോള് കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞത് അച്ഛനൊരാശ്വാസമായി കാണും. പിള്ളേർക്കും അതൊരു സന്തോഷമായിരിക്കും. ഇവിടെ വന്നപ്പോ എനിക്കും മനസ്സിനൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് ബാനുമ്മേ. അവിടെ എനിക്ക് സ്വതന്ത്രമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാ. എനിക്കും തോന്നി. ഞാൻ പിന്നെ മാഷിന്റെ മുമ്പിൽ വെച്ച് ഒന്നും ചോദിക്കാൻ പറയാൻ വേണ്ടാന്ന് വെച്ചാ. വെറുതെ എന്തിനാ ആ മനുഷ്യനെ കൂടി വിഷമിപ്പിക്കുന്നേ? അച്ഛനും അവിടത്തെ സ്ഥിതി കുറച്ചൊക്കെ അറിയാം. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോഴേ ഇന്ദ്രേട്ടന്റെ അച്ഛനെ ആ നരകത്തിലേക്ക് എത്തിക്കണ്ടായിരുന്നു തോന്നും. അവിടെ എത്തിപ്പെടാനല്ലെങ്കിൽ ശേഖരൻ പിന്നെ എന്തിനാ മോളെ പുനർജന്മം കിട്ടിയതുപോലെ തിരിച്ചു വന്നത്? എനിക്ക് തോന്നുന്നതേ ഇതൊരു ദൈവനിയോഗം തന്നെയാണെന്ന്. അവൻ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കുകയും ചെയ്യും. ദൈവം ഒന്നും കാണാതെ ശേഖരനെ അവിടെ എത്തിക്കില്ലല്ലോ. ഒന്നുകിൽ കുടുംബത്തെ ഉപേക്ഷിച്ചു പോയ തന്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ, അതല്ലെങ്കിൽ സുശീലയെ ഒരു പാഠം പഠിപ്പിക്കാൻ. ആ സ്ത്രീയെ പാഠം പഠിപ്പിക്കാനൊന്നും അദ്ദേഹത്തിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ബാനുമ്മേ, ഞാനിപ്പോ ആഗ്രഹിക്കുന്നത് ആ മനുഷ്യനിപ്പോ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടു പോയെങ്കിലോ എന്നാ. അത്രയ്ക്ക് വലിയ ദ്രോഹമാ ബാനുമ്മേ ആ മനുഷ്യനോട് അവിടെയുള്ളവര് കാണിക്കുന്നത്. അച്ഛനെ ദ്രോഹിക്കുന്ന കാര്യത്തിലേ മക്കൾ അമ്മയെക്കാളും ഒട്ടും പുറകിലല്ലല്ലോ. അങ്ങനെ ചോദിച്ചാ ഇന്ദ്രേട്ടനും സത്യനും അദ്ദേഹത്തെ കഷ്ടപ്പെടുത്തുന്നതിനോട് യോജിപ്പൊന്നുമില്ല. എന്നാലും അമ്മ ചെയ്യുന്നതിനെ അവര് തടയാനും തയ്യാറല്ല. സോന പിന്നെ അമ്മയുടെ തനി പകർപ്പായിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പോയാ ശ്യാം അവളെ ഉപേക്ഷിച്ചു പോകുന്നുള്ള പേടി പോലും ഇന്ദ്രേട്ടനും സത്യനും എനിക്കെല്ലാം ഉണ്ട്. ശ്യാമ സോനയെ ഉപേക്ഷിച്ചു പോയാലേ സുശീല സന്തോഷിക്കേ ഉള്ളൂ. ഭർത്താവില്ലാതെ ജീവിച്ച് കാണിച്ചവളല്ലേ അവള്. ആ അമ്മയുടെ പാരമ്പര്യം മകളിലൂടെ നിലനിർത്തണമല്ലോ. പക്ഷേ അതോടെ സുശീലയുടെ നാശം തുടങ്ങും. അമ്മയും മകള് ശത്രുക്കളാകും. ആൺമക്കൾ അമ്മയെ ഉപേക്ഷിച്ചു പോവും. സുശീലയെ ദൈവം പോലും ഉപേക്ഷിച്ച് കളയാൻ പോകുന്ന കാലം വരുന്നതേ ഉള്ളൂ മോളെ. നീ കണ്ടോ?